പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമാവിധം ഞങ്ങളെ ദൗത്യമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ അതിനുവേണ്ടി അഭിഷേകവും ശക്തിയും ഓരോ മേഖലകളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഇനി അങ്ങോട്ട് കർത്താവെ നിരന്തരമായി പ്രാർത്ഥിക്കാൻ, ഈ ആത്മീയ പോരാട്ടത്തില് ഞങ്ങളുടെ മക്കളെ സഹായിക്കാൻ, ബലപ്പെടുത്താൻ, ശക്തരാക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൂടുതൽ കൃപയിലും സ്വർഗത്തിന്റെ സംരക്ഷണത്തിലും എന്ന് കാത്തു പരിപാലിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും അഭിഷേകവും ശക്തിയും എല്ലാം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് നമ്മൾ നാളെ മുതൽ ഒരു 9 ദിവസം ശക്തമായ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം 10 ദിവസം നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് ഒരുങ്ങും. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം, ഈശോയുടെ ആഹ്വാന പ്രകാരം അവർ 50 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി വലിയ അഭിഷേകത്തില് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവരിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. ആ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ 10 ദിവസം അടുപ്പിച്ച് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് പന്തക്കുസ്തായുടെ വലിയ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ തരുന്നത്. ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോ, മക്കളിലേക്ക് നോക്കുമ്പോ, നമ്മളെ വീട്ടിലേക്കും മണ്ണിലേക്കും സാമ്പത്തിക മേഖലകളിലേക്കും പഠന മേഖലകളിലേക്കും പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ പല പല ആത്മാക്കള് നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുകയാണ്. സ്ലേഹന്മാരില് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ അവരിൽ വന്ന മാറ്റം നമുക്ക് നിർണയിക്കാനോ വിവരിക്കാനോ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത മാറ്റമായിരുന്നു അവരിൽ സംഭവിച്ചത്. നമ്മൾ അതിനു മുമ്പ് നമ്മുടെ 9 ദിവസം ഒരു നൊവേന പോലെ, വിടുതലിന്റെ ഒരു നൊവേന നമ്മൾ ആരംഭിക്കുകയാണ്. ശക്തമായ വിടുതലിന് വേണ്ടിയുള്ള ഒരു നൊവേന നമ്മൾ ആരംഭിക്കണം. 9 ദിവസം അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നുമില്ല, ഈശോ വന്ന ഒരു ദൗത്യമുണ്ട്. നമ്മള് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തില് 18-ാമത്തെ വചനം മുതൽ വായിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ആ ദേവാലയത്തില്, സിനഗോഗിയില് ഈശോ ചെന്നപ്പോ ആ പ്രവാചക ഗ്രന്ഥം, യെശയ്യാ പ്രവാചക ഗ്രന്ഥം കൊടുത്തു വന്ന് വായിക്കുന്ന സംഭവത്തിൽ അവിടെ പറയാണ്, പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന് ദൗത്യം എന്താണ്? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച.
അടിച്ചമർത്തപ്പെട്ടവര്, ബന്ധിക്കപ്പെട്ടവര്. ആരാൽ അടിച്ചമർത്തപ്പെട്ടു, ആരാൽ ബന്ധിക്കപ്പെട്ടു? നമുക്കറിയാം, ഇന്ന് മനുഷ്യ മക്കളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന, ബന്ധിച്ചിട്ടിരിക്കുന്ന അനേക മേഖലകൾ. അതായത് ബന്ധനം, അടിച്ചമർത്തപ്പെട്ട്, കെട്ടപ്പെട്ട്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ. ജോലി മേഖലയില്, പഠന മേഖലയില്, കുടുംബജീവിതത്തില്, സ്വഭാവത്തില്, എല്ലാത്തിലും ഒരു പൈശാചിക ശക്തിയുടെ ബന്ധനം ഇന്ന് എന്നല്ല എന്നും അതിപ്രബലമാണ്. അതുകൊണ്ട് ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ബന്ധനത്തിൽ നിന്ന്, ഈ അടിച്ചമർത്തപ്പെട്ട അടിമത്തത്തിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കും. ഇപ്പൊ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞു, ഈശോ പുസ്തകം മടച്ച് സ്വസ്ഥാനത്ത് വെച്ച് ഇരിക്കണം. ആ സമയത്ത് ജനക്കൂട്ടമെല്ലാം അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ഉറ്റുനോക്കുക, അവനെന്താ പറയാൻ പോണെ? ഈശോ വേറെ ഒന്നും പറഞ്ഞില്ല. എന്താണ് ഈശോ പറഞ്ഞേ? കർത്താവ് പറയുന്നത്, അവനിരുന്നു. സിനോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറ്റിയിരിക്കുന്നു. തിരുവെഴുത്ത് നിറവേറി യേശുവിലൂടെ. അവ ഈശോയെ നോക്കിയപ്പോ ഈ തിരുവെഴുത്ത് ഇതാ ഇന്ന് ഇവിടെ നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ വന്നത് ഈ അടിച്ചമർത്തപ്പെട്ട, ബന്ധിക്കപ്പെട്ട, അതിലൂടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും മോചിപ്പിക്കാൻ, വിടുവിക്കാൻ, സ്വതന്ത്രരാക്കാൻ വേണ്ടി ഈശോ വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആത്മീയ പോരാട്ടം ഇന്ന് അതിശക്തമാണ്. പിശാചിന്റെ ആധിപത്യം, ഈശോയെ കുറിച്ച് പറഞ്ഞത്, ഈ ലോകത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ ദേവൻ, അത് ഭയങ്കര ആധിപത്യം കിട്ടിയിട്ടുണ്ട്. പാപത്തിലൂടെ പിശാചിന് ലഭിച്ച ആധിപത്യം, അധികാരം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിന്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും എല്ലാം നമ്മൾ വായിക്കുമ്പോ പിശാചിന് ലഭിച്ച അവകാശം അതിശക്തമാണ്. അങ്ങനെ ലഭിച്ച ഈ അധികാരത്തിൽ നിന്ന് പറയണ ഈ ലോകത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ ദേവൻ, അതാണ് പൗലോസിലെ കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കളിലേക്ക് വരുമ്പോ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോ, നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോ നമ്മെ അടിമപ്പെടുത്തി വച്ചിട്ടുള്ള ഒത്തിരിയേറെ ഈ ലോകത്തിന്റെ അധികാരിയുടെ, ഈ ലോകത്തിന്റെ ദേവന്റെ പ്രവൃത്തികളുണ്ട്. നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കൾ അനുസരിക്കാതിരിക്കാൻ, നമ്മുടെ മക്കള് ലഹരിക്ക് അടിമപ്പെടാൻ, അങ്ങനെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന യോഹന്നാൻ 10 കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വരുന്ന പിശാചിന്റെ ശക്തമായ പ്രവൃത്തികൾ ഇന്ന് എന്നത്തേക്കാൾ മേലെ പ്രബലമാണ്. ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ പാടില്ല, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പാടില്ല, മക്കളെ പഠിക്കാൻ പാടില്ല, പൗരോഹിത്യം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, അച്ഛന്മാര് പ്രാർത്ഥിക്കാൻ പാടില്ല, സന്യസ്തരെ വിശുദ്ധിയിൽ ജീവിക്കാൻ പാടില്ല, സഭയിൽ ഐക്യമുണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിന്റെ ദേവൻ, ഈ ലോകത്തിന്റെ അധികാരി അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പാടില്ല, പരീക്ഷ പാസ്സാകാൻ പാടില്ല, ഇന്റർവ്യൂ പാസ്സാകാൻ പാടില്ല, ജോലി കിട്ടാൻ പാടില്ല, വിവാഹം നടക്കാൻ പാടില്ല. നോക്കി, ഇന്ന് പല മക്കൾക്കും വിവാഹമേ വേണ്ട. ഷാജിന്റെ കെണിയാണത്, വിവാഹമേ വേണ്ട. അങ്ങനെ പല മേഖലകളിൽ പഠനം തന്നെ മുടങ്ങിപ്പോയി, നിരാശപ്പെട്ട് കഴിയുന്നു. പിശാച് ഇന്ന് നമ്മൾ ഈ വരുന്ന 9 ദിവസം ഈ ഓരോ മേഖലകളൊക്കെ വെച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ പൗരോഹിത്യത്തെ, നമ്മുടെ സന്യാസ ജീവിതങ്ങളെ പിശാച് കയറി ബന്ധിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന മേഖലകൾക്ക് വേണ്ടി നമ്മള് ശക്തമായ ബഹിഷ്കരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ഔദ്യോഗികമായ വിടുതൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഈ ദൗത്യം നമ്മള് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. കൊളോസ്യോസ് 2:14-15 നാം വായിക്കുന്നുണ്ട്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അധികാരം എന്തിന്റെ? പിശാചിന് ലഭിച്ച ആധിപത്യം, അവന് ലഭിച്ച അധികാരം, അതെല്ലാം ഈശോ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കി. യേശുവിന്റെ കുരിശിലെ ബലി, കർത്താവിന്റെ നാമത്തിലെ ശക്തിയും
ലൂക്കാ 10:17 നാം വായിക്കുന്നുണ്ട്. സ്ലീഹന്മാര് 72 പേര് തിരിച്ചു വരോ എന്ന് പറഞ്ഞെന്താ പറഞ്ഞ്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള 50 ദിവസങ്ങളിൽ ഒരു നൊവേന, ശക്തമായ വിടുതലിന്റെ നൊവേന ആരംഭിക്കണം. അതിനനുസരിച്ച് ഓരോ മേഖലകളിലും കർത്താവ് പരമേൽപ്പിച്ച ദൗത്യം, കർത്താവ് പരമേൽപ്പിച്ച അധികാരം, നരക കവാടങ്ങൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. പിശാചികൾ ബഹിഷ്കരിക്കാൻ അധികാരവും ശക്തിയും കൊടുത്തു. ഇതൊക്കെ നമ്മൾ ശരിക്കും ധ്യാനിച്ച് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തടസ്സപ്പെടുത്തുന്ന എല്ലാ അടിമത്തങ്ങളെ, അന്ധകാര ശക്തികളെ, അടിച്ചമർത്തപ്പെട്ട മേഖലകളെ, ബന്ധിക്കപ്പെട്ട മേഖലകളെ നമ്മൾ വിടുതൽ നൽകുന്ന കർത്താവിന്റെ രക്ഷാകര ദൗത്യം അവകാശപ്പെട്ടുകൊണ്ട് നമ്മളെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോകും. 9 ദിവസങ്ങൾ ഒരു വിടുതലിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശക്തമായ വിടുതലിന്റെ നൊവേന നമ്മൾ ഈ 9 ദിവസം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്ന എല്ലാ മക്കളും, സാധിക്കുന്ന മക്കൾ മിക്കവാറും എല്ലാവരും കുമ്പസാരിച്ച് നമുക്കിന്ന് നന്നായിട്ട് കുമ്പസാരിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുക. നാളെ മുതല് കുമ്പസാരിച്ചും ഒരുങ്ങി ശക്തമായ ഒരുക്കത്തോടെ സാധാരണയുള്ള ശക്തമായ ഒരു പോരാട്ടം ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, എല്ലാ മേഖല, സാമ്പത്തികം, ജോലി, ബിസിനസ്, ശുശ്രൂഷ, പൗരോഹിത്യം, സന്യാസ ജീവിതം, മക്കളുടെ ഭാവി ജീവിതം എല്ലാത്തിനും തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ അന്ധകാരത്തിന്റെ ബന്ധനങ്ങളുടെ, കെട്ടുകളുടെ, അടിച്ചമർത്തപ്പെട്ട മേഖലകളെ യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരെയും ഈ ശക്തമായ വിടുതലിന്റെ നൊവേനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഒരുങ്ങി, പറഞ്ഞ പോലെ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് നാളെ മുതൽ ഈ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനുശേഷം 10 ദിവസം ഈ മേഖലകളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് ഒരു വലിയൊരു പെന്തക്കോസ്താഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൂടെ നമ്മുടെ മക്കൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന, റോമ 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും മാറണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് ഈ 2 വലിയ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. വിടുതലിന്റെ നൊവേന, 2 പെന്തക്കോസ്താ ഒരുക്കത്തിന്റെ ദിവസങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന അഭിഷേകത്തിൽ കൃപയിൽ നിറഞ്ഞുകൊണ്ട് ഒരു പെന്തക്കോസ്താ അഭിഷേകം അനുഭവം ഈ വർഷത്തിൽ 2026 നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പിശാചിന്റെ ശക്തി വളരെ വലുതാണ് മക്കളെ. അന്ത്യകാലത്തിന്റെ ഈ കരുണയുടെ അവസാന മണിക്കൂറും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളും, ഒത്തിരിയേറെ മുന്നറിയിപ്പുകളും, ഒത്തിരിയേറെ പ്രവചനങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ഒത്തിരി അനുഭവങ്ങൾ വരുന്ന പല മക്കള് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പല മക്കളും ഇന്ന് കെട്ടപ്പെട്ട്, ബന്ധിക്കപ്പെട്ട്, അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. അതിനൊക്കെ നമ്മള് ഈ സഭയുടെ ഔദ്യോഗികമായ അധികാരത്തോടും ശക്തിയോടും കൂടെ ഈശോ നമ്മെ പരമേൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഈ 9 ദിവസം പൂർത്തീകരിക്കുകയാണ് ഈ വിടുതലിന്റെ നൊവേനയിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരെയും അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങുക, ശുദ്ധീകരിക്കപ്പെടുക, ഈ ശുശ്രൂഷ പങ്കെടുക്കുക. ഇത് വലിയൊരു വിമോചനത്തിന്റെയും വിടുതലിന്റെയും അതോടൊപ്പം തന്നെ പെന്തക്കോസ്താ അഭിഷേകത്തിന്റെയും അനുഭവത്തിന്റെയും വലിയ നാളുകളാണെന്ന് സത്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ വിടുതലിന്റെ നൊവേനയിലേക്ക് നമുക്ക് നാളെ മുതൽ പ്രവേശിക്കാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം, കർമ്മൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാചിനെതിരെ പോരാടുമ്പോ തീർച്ചയായിട്ടും അവൻ നമ്മളെല്ലാം സ്വസ്ഥപ്പെടുത്താൻ നോക്കും. കാരണം അവൻ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന, അവൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കളെ, കുടുംബങ്ങളെ, സാമ്പത്തിക മേഖലകളെ, ജോലി മേഖലകളെ, ആധിപത്യങ്ങളെ, അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചെടുക്കുമ്പോ തീർച്ചയായിട്ടും അത് അവന്റെ കൂടാരങ്ങളിൽ കയറിയുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അത് ചെയ്ത് നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കണം, കുടുംബത്തെ വിടുവിച്ചെടുക്കണം, നമ്മുടെ തലമുറയെ വിടുവിച്ചെടുക്കണം.
നമ്മുടെ ദേശത്തെ വിടുവിച്ചിറക്കണം. സാമ്പത്തികം, ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യ മേഖല, സന്യാസ ജീവിതം ഒക്കെ ഇന്ന് പിശാചി കെട്ടിപ്പൊട്ടി ബന്ധിച്ച് ഒത്തിരിയേറെ സംഭവങ്ങൾ, അനുഭവങ്ങൾ. പ്രാർത്ഥിക്കാത്ത വൈദികര്, ദൈവികമായ കാര്യങ്ങൾ ഒട്ടും താല്പര്യമില്ലാത്ത ഒത്തിരി സന്യസ്തര്, വിളിക്കപ്പെട്ടവര്, ദൈവവിചാരം ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു വിചാരവുമില്ലാതെ ജീവിക്കുന്ന വൈദികരും സന്യസ്തരും കുടുംബത്തിന്റെ, സഭയുടെ, ലോകത്തിന് തന്നെ ശാപമാണ്, നാശത്തിന് കാരണമാണെന്നുള്ള സത്യം. അത് വളരെ വലിയ പൈശാചിക ബന്ധന മക്കളെ. നമ്മൾ ഈ പന്തക്കുസ്ത കഴിഞ്ഞതിന് കുറച്ച് നാളുകൾ നമ്മൾ വൈദികർക്ക്, സന്യസ്തർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കളെ. കാരണം പിശാച് ഇന്ന് ഈ ഒരു സമൂഹത്തെ, നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടുന്ന വൈദിക സമൂഹത്തെ, സന്യാസ ജീവിതത്തെ, സഭാ ജീവിതത്തെ പല മേഖലകളിലും ബന്ധിച്ച്, അടിച്ചമർത്തി, കെട്ടി ബന്ധിച്ച് പൂട്ടിവെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോ അവിടുത്തെ വികാരിച്ചൻ ആദ്യ കുർബാന സ്വീകരിച്ച മക്കളോട് 3-4 കാര്യങ്ങൾ പറഞ്ഞു. അല്ല, 5ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി സ്ട്രൈക്കുന്നു. കൊച്ചു മക്കളെ, വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛൻ ചങ്ക് പറച്ചാ പറയാം. കാരണം വൈദികരിലൂടെയാണ് നിങ്ങൾക്ക് മാമോയിസ ലഭിക്കുന്നത്, കുർബാന ലഭിക്കുന്നത്, കുംഭസാരം ലഭിക്കുന്നത്, ഉദാശക ലഭിക്കുന്നത്. ഈ വൈദികർ വിശുദ്ധീകരിക്കപ്പെട്ട് അതുപോലെ പ്രാർത്ഥനയുള്ള, കൃപയുള്ള, വിശുദ്ധിയുള്ള വൈദികരായിട്ട് ജീവിക്കണം. എന്നാലേ നമുക്ക് സഭയ്ക്കും മക്കൾക്കും നമ്മുടെ ലോകത്തിനും രക്ഷയുള്ളൂ. ഇത് ലഭിക്കണമെങ്കിൽ വൈദികരുടെ വിശുദ്ധീകരണം സംഭവിക്കണം. അതില്ലാത്തത് ഇന്ന് നമ്മുടെ സഭയുടെയും കുടുംബത്തിന്റെയും ഈ ലോകത്തിന്റെയും നാശത്തിന് കാരണം ഒരു സത്യമാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് നമ്മൾക്കും പ്രാർത്ഥിക്കണം വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. അവരെ പിശാചി കെട്ടിപ്പൂട്ടി ബന്ധിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി മേഖലകൾ നമ്മളത് കണ്ട് ആ മേഖലകൾക്ക് വേണ്ടി നമ്മൾ പന്തക്കുസ്ത കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും. വലിയ ശുശ്രൂഷകളിലേക്ക് സ്വർഗം നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിടുതലിന്റെ ഈ നൊവേനയിലേക്കും പിന്നീട് അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിലേക്കും നമുക്ക് അതിശക്തമായ അഭിഷേകത്തോടെ ഈ യുദ്ധം, ഇത് യുദ്ധമാണ്, ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സാധിക്കുന്ന മക്കള് ഈ ശുശ്രൂഷയിലേക്ക് അനേകം മക്കളെ കൂട്ടിച്ചേർക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അനേകം മക്കള് ഇതിൽ പങ്കുചേരട്ടെ, കൂടിച്ചേരപ്പെടട്ടെ. ഒരുമിച്ച് നിന്ന്, ശത്രു നിസാരക്കാരനല്ല, അവര് അതൊക്കെ അച്ഛൻ ഈ ദിവസങ്ങളിൽ പറയും, ഒത്തിരി അനുഭവത്തിലൂടെ അതൊക്കെ എടുത്ത് നമുക്ക് ഈ യുദ്ധത്തിൽ ആയിരിക്കാം. നാം എല്ലാവരെയും സമർത്ഥമായ എനിക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ വിശുദ്ധ കുർബാനയിലും, നിത്യ ആരാധനയിലും, കരുണയുടെ ജപമാലയിലും, പരിശുദ്ധ അമ്മയുടെ ജപമാലയിലുമൊക്കെ ശക്തമായിട്ട് ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. സ്വന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കാണാൻ വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വലിയ ശുശ്രൂഷയിലേക്കാണല്ലോ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് ആനയിക്കുന്നത്. ശക്തമായൊരു വിടുതല് അതിന്റെ ആവശ്യകത, പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം അതിന്റെ ആവശ്യകത. ഇനി അങ്ങോട്ട് അതിനുശേഷം വൈദികർക്ക് വേണ്ടിയുള്ള, സഭയ്ക്ക് വേണ്ടിയുള്ള, സന്യസ്തർക്ക് വേണ്ടിയുള്ള വിശുദ്ധീകരണ പ്രാർത്ഥന, അതിന്റെ ആവശ്യകത എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കുറെ നാളുകളില് വലിയൊരു ശുശ്രൂഷയിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ. കർത്താവ്, ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കാർമൽ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്തിന്റെ ശക്തി നിറച്ച് ഈ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അങ്ങയുടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് അഭിഷേകം തരണം, കൃപ തരണം, ശക്തി തരണം, സംരക്ഷണം തരണം. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ തലമുറയെ സമർപ്പിക്കാം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കാം. വലിയൊരു സ്വാതന്ത്ര്യവും വിടുതലും തരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈശോ അതിന് വേണ്ടിയാ വന്ന്. ആ കർത്താവിന്റെ ദൗത്യം, കർത്താവിന്റെ വലിയ പദ്ധതി നമ്മളിൽ, നമ്മുടെ കുടുംബത്തിലും പൂർത്തിയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയും, ഞങ്ങളുടെ കുടുംബത്തിന്റെയും, ഞങ്ങളുടെ മക്കളുടെയും സാമ്പത്തിക, ജോലി, പൗരോഹിത്യ, ശുശ്രൂഷ മേഖലകളുടെയും ആശയത്തെ ആഗ്രഹിക്കുന്ന, തകർച്ചയെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു.
കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, അങ്ങനെയുള്ള ദൈവിക പുണ്യങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ജോലി മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, പരീക്ഷാ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്റെ പൗരോഹിത്യം അനുഗ്രഹിക്കപ്പെടട്ടെ, കാർമൽ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, വരുന്ന 9 ദിവസത്തെ വിടുതലിന്റെ നൊവേന, ഇരടംകുട പന്തകുസ്ത ഒരുക്ക ശുശ്രൂഷകൾ, അതിനുശേഷമുള്ള വൈദികരുടെയും സന്യസ്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന, കർത്താവെ, വിശുദ്ധിയോടെ യോഗ്യതയോടെ പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും രക്ഷയ്ക്കും വളർച്ചയ്ക്കും അടിസ്ഥാനപരമായ കാര്യങ്ങളാണല്ലോ ഈ 3 കാര്യങ്ങൾ. അത് ചെയ്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. അമ്മ മാതാവേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, പിശാചികളുടെ പേടി സ്വപ്നമായ ഔസേപ്പിതാവേ, വിശുദ്ധ മിഖായേൽ മാലാഖേ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ അടുത്ത ധ്യാനം 15, 16, 17 ദിവസങ്ങളാണ്. പിന്നെ ഫിനഹസ് 2026 യുവജന ധ്യാനം 19-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ 22-ാം തീയതി ഉച്ച കഴിഞ്ഞൊരു 3 മണി 4 മണി വരെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുക്കി ഈ ധ്യാനത്തിൽ പറഞ്ഞു വിടുക. ശക്തമായ വിടുതൽ, നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, വലിയ ആന്തരിക സൗഖ്യം, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ മക്കളെ ശക്തരാക്കുന്ന, സജ്ജരാക്കുന്ന വലിയ ഒരു അഭിഷേക ധ്യാനമായിരിക്കും ഫിനഹസ് 2026 എന്നുള്ള യുവജന ധ്യാനം. ഇപ്പോൾ തന്നെ കുറെ മക്കൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അധികം സീറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള മക്കള് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക, പേര് പറയാ, നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ആർക്കെങ്കിലും മക്കൾ 2-3 പേര് ഒരുമിച്ച് വരുന്നവർക്ക് വേണമെങ്കിൽ മുറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തൊന്നും, അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്ന വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. അതും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കണേ. അനുഗ്രഹിക്കട്ടെ.